പരമമായ ശബ്ദമാണ് ദൈവം. ഈശ്വരൻ എന്താണ്? ശബ്ദമാണ്. ആ ശബ്ദത്തിലേക്ക് ശബ്ദമല്ലേ അടങ്ങൂ, വെള്ളത്തിലേക്ക് വെള്ളമല്ലേ ലയിക്കൂ, തീയിലേക്ക് തീയല്ലേ പകരൂ എന്ന് പറയുന്ന പോലെ ഈശ്വരൻ എന്താണ്? ആദ്യമേ പറഞ്ഞു, നാദരൂപിയാണ് ഈശ്വരൻ. ശങ്കരൻ, ഈശ്വരൻ, ശിവൻ നാദരൂപിയാണ്. ഓംകാരമെന്ന ബ്രഹ്മത്തിലാണ് നമുക്ക് ലയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭൗതിക ദേഹം കൊണ്ടോ പ്രാണാദി സൂക്ഷ്മ ശരീരം കൊണ്ടോ ലയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നീ ജപിച്ച് ജപിച്ചു മന്ത്രസ്വരൂപമായി മാറൂ. നീ ഒരു മന്ത്രത്തിന്റെ കണമായി മാറൂ. അത് ഏത് മന്ത്രവും ആകട്ടെ, സഹസ്രനാമമാകട്ടെ, അല്ലെങ്കിൽ ഹരേരാമയാകട്ടെ, അല്ലെ ദേവീ മന്ത്രമാകട്ടെ, ഓംകാരമാകട്ടെ, നീ അങ്ങനെ മന്ത്രസ്വരൂപമായി മാറണം. അർജുനൻ ഉറങ്ങുമ്പോഴും രോമകൂപങ്ങളിൽ നിന്നും കൃഷ്ണ എന്ന മന്ത്രം വന്നതായിട്ട് മഹാഭാരതം പറയുന്നുണ്ട്. അതുപോലെ അന്തരംഗത്തിലേക്ക് നമ്മൾ മന്ത്രത്തിനെ, ഇപ്പൊ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ സർവ്വകർമ്മങ്ങളും ചെയ്യാം. നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഹോമത്തിന്റെ ഫലമാവുകയാണ്. നമ്മൾ എന്ത് കർമ്മങ്ങളും അഗ്നിയിലേക്ക് എരിച്ചു കളഞ്ഞ പോലെ തന്നെ നമ്മൾ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം കേട്ടു, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് മന്ത്രം എടുത്തു, നിങ്ങൾ കുറച്ചു നേരം പൂജാമുറിയിൽ നിന്ന് മാത്രം ജപിച്ച് മാറ്റി വെക്കുകയാണ്. മന്ത്രവും നിങ്ങളുമായിട്ട് ബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഈ 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം ചിന്തയിലൂടെയാണല്ലോ വിവരിക്കുന്നത്. ചിന്ത മന്ത്രമാണ്. അപ്പൊ നിങ്ങൾ ആ മന്ത്രത്തിന് പകരം വേറൊരു മന്ത്രം ജപിച്ചുകൊണ്ടായി ചെയ്യുന്നത്. മന്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ അടക്കാനും എന്ത് വികാരങ്ങളെ അടക്കാനും ലോകത്ത് ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, മന്ത്രം. ആ മന്ത്രം എന്ന് പറഞ്ഞ ഏക ബലമാണ് നമ്മുടെ സനാതന പൈതൃകത്തിന്റെ ചിഹ്നം. ഓം എന്ന ചിഹ്നം, ഓം എന്ന മന്ത്രം. മന്ത്രമല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ മന്ത്രമാണ് മന്ത്രരൂപമാവുക. ശിവം ഭൂത്വ ശിവം യജേത് എന്ന് പറഞ്ഞ പോലെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം പോലെ തന്നെ തന്ത്രശാസ്ത്രം പറയുന്നു, നീ മന്ത്രമാകുന്നു. നീ മന്ത്രമായി തീർന്നാലും മതി. ജ്ഞാനയോഗത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്ന ജ്ഞാനം പോലെ തന്നെ അതറിയാത്തവന് നീ മന്ത്രമായി തീരൂ. നീ ജപിക്കൂ. ഒരു മന്ത്രം എടുത്തിട്ട് സോഹമാകട്ടെ, അജപ എന്ന സോഹമാകട്ടെ, അല്ലെങ്കിൽ ഗായത്രി ആകട്ടെ, ഒരു മന്ത്രത്തിന് അതിനെ പുരശരണമെന്നും ഉപാസനയെന്നും അക്ഷരലക്ഷ ജപമെന്നും ഒക്കെ പറയും. അതൊക്കെ വെച്ചിരിക്കുന്നതിന് നിയമങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ജപിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും വിട്ടുപോയ ആ മന്ത്ര സംസ്കാരം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഈ പ്രഭാഷണത്തിന്റെ സന്ദേശമായി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഇതാണ് പറയുന്നത്, നമുക്കൊരു മന്ത്ര സഭ തിരിച്ചു കൊണ്ടുവരണം. അതായത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ക്ഷേത്രത്തിന്റെ ഉപാസനാമൂർത്തിയുടെ മന്ത്രങ്ങൾ, സഹസ്രനാമങ്ങളായിക്കോട്ടെ, സഹസ്രനാമങ്ങളാ കൂടുതലുള്ളത്, അതുപോലെ തന്നെ അതിന്റെ യഥാർത്ഥ വാചിക മന്ത്രങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ഗായത്രി, മൃത്യുഞ്ജയം, ഹരേരാമ, ഇങ്ങനെ മന്ത്രമാലകളെ കോർത്തിണക്കി. അത് ഒരു അഖണ്ഡനാമം പോലൊന്നും ചെയ്യണ്ട. അഖണ്ഡനാമത്തിനൊക്കെ പോകുമ്പോൾ അത് ചിലപ്പോൾ സംഘടനകളാണ് ചെയ്യുന്നത്, ചിലപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിൻ കുറച്ച് വേണം എന്തും ചെയ്യാൻ. സ്ട്രെയിൻ കൂട്ടാൻ പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ട്, ഫാൻ ഇട്ടിരിക്കുന്നുണ്ട്, സുഖമുണ്ട്. നമ്മുടെ ശരീരം ഇപ്പൊ കലിയുഗത്തിലെ മനുഷ്യ ശരീരം തപസ്സിന് യോഗ്യമല്ല. കാരണം അന്നമയ ശരീരമാണ്. അതുകൊണ്ട് അന്നത്തിന്റെയും പ്രാണന്റെയും ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ യഥേഷ്ടമായി സ്ഥിരം സുഖമാസനം എന്നാണ് പതഞ്ജലി പോലും പറയുന്നത്. നമുക്ക് ഏറ്റവും യുക്തമായി സുഖമുള്ള ആസനമാണ് ഇരിപ്പിടം. അപ്പൊ അങ്ങനെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ക്ഷമതപൂർവ്വം നിങ്ങൾ മന്ത്രം ജപിച്ചാൽ മതി. അല്ലാതെ കഷ്ടപ്പെട്ട് ഇത്ര ഒരു മാല ലഭിക്കുക, അല്ലെങ്കിൽ ഇത്ര അഹോരാത്രം ജപിക്കുക, കഷ്ടതൊന്നും നിർത്തുക, ആലസ്യം മുതലായി വരുന്ന അങ്ങനെ മന്ത്രത്തിനെ കുറേശ്ശെ ആരംഭിക്കണം. അങ്ങനെ ജപിച്ച് 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 നിങ്ങൾക്ക് മുന്നേ അതിനു വേണ്ടിയുള്ള മഹാമന്ത്രസമ്പത്ത് നമുക്ക് തന്നിട്ടുണ്ട്. മന്ത്രത്തിന്റെ ഒന്നുമായില്ലേ പ്രഭാഷണം എന്ന് എനിക്കറിയാം. എങ്കിലും മന്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഇതിന് കാരണമാക്കട്ടെ നമ്മുടെ പരമ്പരയുടെ ബന്ധം. അപ്പൊ അതുകൊണ്ട് ബീജമന്ത്രം, മന്ത്രം, ശ്ലോകാത്മക മന്ത്രം, മന്ത്രാത്മക ശ്ലോകം എന്ന അടുത്ത ഘടകം. ശ്ലോകങ്ങൾ രൂപത്തിലിരിക്കും, പക്ഷേ തനി മന്ത്രങ്ങളാണ്. അതുകൊണ്ട് അവയ്ക്ക് നിയമം വേണം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമ്മുടെ ലഭ്യമായ പലതിലും ഉള്ളതിൽ ഏറ്റവും പ്രധാനം ദേവീ മഹാത്മ്യം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ഇത് ശരിക്കും ശ്ലോകാത്മക മന്ത്രമല്ല, മന്ത്രാത്മക ശ്ലോകമാണ്. അതിൽ ഓരോ വരിയും പൂർണ്ണ മന്ത്രമാണ്. അതുകൊണ്ട് അവയ്ക്ക് ഇഷ്ടം. ഇപ്പോൾ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും നാമജപം നടത്താമെന്ന് തുഞ്ചത്താചാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നാമജപത്തിനോ സഹസ്രനാമത്തിനോ ഋതുത്വം പോലും പ്രശ്നമല്ല. നമ്മുടെ മര്യാദകളും ശാസ്ത്രങ്ങളും ഒക്കെ പാലിക്കേണ്ട വലിയ ആവശ്യകത തന്നെയാണ്. ഇപ്പോൾ ശബരിമല വലിയ പ്രക്ഷോഭം നടക്കുന്നില്ലേ, സ്ത്രീകളെ, ഋതുമതിയായ സ്ത്രീകളെ പോലും പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരം പെടാതെ അനുസരിക്കുന്നവനാണ് ഹിന്ദു. ഏത് ആചാരം എവിടെയുണ്ടോ അതിനെ സംരക്ഷിക്കണം. അല്ലാതെ നമ്മൾ വികലമാക്കുന്നതിലല്ല നമ്മുടെ വിജയം. എന്തുകൊണ്ടാണ് രജസുലാകാലം ക്ഷേത്രങ്ങളിൽ നിരോധിച്ചിരിക്കുന്നത്? പലർക്കും അറിയാത്തൊരു രഹസ്യമാണ്. പലയിടത്തും ചൊല്ലുമ്പോൾ എനിക്ക് ഈ ചോദ്യത്തെ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പറയാം, പഞ്ചമലങ്ങളുണ്ട് നമ്മുടെ ദേഹം. പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചമലങ്ങൾ, അതായത് പഞ്ചഭൂതാത്മാവ് അദ്ദേഹം. ഈ 5 ഭൂതങ്ങളിൽ നിന്ന് വിട്ട് വേറെ ഒന്നുമില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 ഭൂതങ്ങൾ കൊണ്ട് നമുക്ക് കണ്ണ്, മൂക്ക് മുതലായ 5 ഇന്ദ്രിയങ്ങളുണ്ട്.
5 കർമ്മേന്ദ്രിയങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ 5 മലങ്ങളും 5 രൂപത്തിലുള്ള മൃത്യുവും നമുക്ക്. പിന്നെ ആദ്യം 5 രൂപത്തിൽ മൃത്യുയെ പറയുമ്പോൾ അറിയാം പഞ്ചഭൂതങ്ങളുടെ രഹസ്യം. ഭൂമിഗതമായി നമുക്ക് മൃത്യുണ്ട്. എന്താണ്? ഭൂമി ഗുരുത്വം അല്ലേ? പഞ്ചഭൂതങ്ങളും നമ്മളെ നശിപ്പിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഏത് വിക്ഷോഭിച്ചാലും നമുക്ക് മൃത്യു സംഭവിക്കും. ഭൂമി എന്ന പഞ്ചഭൂതത്തിൽ നിന്നുള്ള കുഴപ്പം എന്താണ്? ഭൂമി ഉലുക്കം. ഭൂമിക്ക് തന്നെ സ്വയം കമ്പനം ചെയ്ത് ജീവജാലങ്ങളെ കൊല്ലും. രണ്ടാമത് ജലത്തിന് തീർച്ചയായിട്ടും അറിയാം വെള്ളപ്പൊക്കം അല്ലെങ്കിൽ സുനാമി, വലിയ മഴ, ഇവയൊക്കെ ജലഗതമായ മൃത്യുരൂപമാണ്. മൂന്നാമത്തത് അഗ്നിക്കറിയാം തീപിടുത്തം. അഗ്നി സ്ഥൂലമായിട്ട് തന്നെ നമ്മളെ നിഗ്രഹിക്കും. വായുവിനുണ്ടെന്ത്? കൊടുങ്കാറ്റ് ഇല്ലേ? ഇത്രയും പറഞ്ഞപ്പോൾ ആകാശത്ത് എന്ന് നമുക്ക് എന്താ മൃത്യുവിന് കാരണം? ഇടിമിന്നൽ. അപ്പൊ ആകാശത്തിന്റെയും മൃത്യു ഘടകം കണ്ടല്ലോ. ഇടിമിന്നൽ രൂപത്തിൽ നമ്മളെ സംഹരിക്കാൻ കഴിയും. അപ്പോൾ പഞ്ചഭൂതങ്ങളും നമുക്ക് മരണകാരണങ്ങളാണ്, പഞ്ചഭൂതങ്ങൾ നമുക്ക് ജനന കാരണങ്ങളാണ്, പഞ്ചഭൂതങ്ങൾക്ക് നമുക്ക് പരിപാലന കാരണങ്ങളാണ്. 5 ഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് കഴിച്ചു വളരുന്നെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് മലവുമുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിൽ വ്യക്തമായിട്ട്. അതാണ് പൂജ ആദ്യ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ ഇത്രയും നിയമം വെക്കുന്നത്. നമുക്കുള്ള ആ മലങ്ങളുടേത് മലം, പ്രത്യക്ഷേണ മലമുണ്ട്. അതായത് പുരുഷം എന്ന് പറയും, കാഷ്ടം എന്ന് പറയും. ആ പുരുഷമാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആദ്യത്തെ ഘടകം. അത് ഭൂമിധാതുവിൻ്റെയാണ്. അതാണ് ഭൂമിയുടെ ഗന്ധമാണെന്ന് പറയുന്നത്. മലത്തിൽ ദുർഗന്ധമുള്ളത്. രണ്ടാമത് ജലതത്വത്തിൽ നിന്നുള്ള നമ്മുടെ മലമാണ് മൂത്രാദികൾ. മൂന്നാമത്തെ അഗ്നിതത്വത്തിൽ നിന്നും നമുക്കൊരു മലമുണ്ട്. അതാണ് രക്തം. രക്തത്തിന് ചുവപ്പാണ്, ചൂടാണ്. വായുവിൽ നിന്ന് നമുക്കുള്ള മലമാണ് വിയർപ്പ്. ആകാശത്തിൽ നിന്നുള്ള മലമാണ് ശുക്ലരേജസ്സുകൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 5 മലങ്ങൾ നമ്മുടെ ആകാശത്തും, തുപ്പലും ആകാശത്തിന്റെ വാഗേന്ദ്രിയത്തിൽ വരുന്നതാണ്. ഈ 5 മലങ്ങളിൽ 5ഉം സാത്വികമായ, വൈഷ്ണവീയമായ അല്ലെങ്കിൽ ദക്ഷിണാസമ്പ്രദായത്തിലുള്ള അല്ലെങ്കിൽ സാത്വികമായ പൂജാസ്ഥലങ്ങൾ വർജ്യമാണ്. അതായത് നമ്മൾ കുളിക്കുമ്പോൾ എന്താ? നമ്മളെ വായു ഘടകത്തിലുള്ള വേർപ്പിനെ കളയുന്നു. പിന്നെ എന്താണ്? മലമൂത്ര വിസർജനയെ കഴുകുന്നു. ഈ മലമൂത്ര വിസർജനം ചെയ്ത് കഴുകാതെയും കുളിക്കാതെയും നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിൽ രക്തം പ്രകടമാകുന്നത് പുരുഷനില്ല, സ്ത്രീക്കേ ഉള്ളൂ. ആ സമയങ്ങളും പോകരുത്. ഇത്രയേ ഉള്ളൂ അതിന്റെ ശരിയായ തത്വാർത്ഥം. ബാക്കി എന്ത് വേണേൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ, വിമർശിക്കാം. അതും ആ ദേവതയ്ക്കോ ക്ഷേത്രദേവതയ്ക്കോ വർജ്യമാണ്. അവിടെ മലം ധരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിർമ്മലമായിരിക്കണം. നിർമ്മലം എന്ന വാക്ക് തന്നെ എന്താണ്? ഈ 5 മലങ്ങളിൽ നിന്നും പഞ്ചശുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൂജാരി തൊടുമ്പോഴൊക്കെ കൈ നനയ്ക്കും. അതുപോലെ തന്നെ ക്ഷേത്ര പൂജാരിയെ തുടരുത് നമ്മൾ പറയുമ്പോൾ ഇത് പണ്ടത്തെ അയിത്തോച്ചാടനൊന്നുമല്ല. നമ്മൾ തൊട്ട് ആ പൂജാരി, നമുക്ക് വേണ്ടിയാണ് ആ പൂജാരി അവിടെ പൂജ ചെയ്യുന്നത്. അല്ലാതെ പൂജാരിക്ക് വേണ്ടിയായിരിക്കാം. ഒരു ബ്രാഹ്മണൻ ഒരു തിരുമേനി ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന സമസ്തർക്കും വേണ്ടിയാണ്. അപ്പോൾ ആ ദേവതയുടെ ബിംബവുമായിട്ട് ന്യാസപ്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറെ തൊഴുന്ന ഭക്തർ കാണത്തില്ല, തന്ത്രം പഠിച്ചവർക്കേ അറിയൂ. ആ ബിംബത്തിനെ തന്റെ ശരീരമായി ഏകോപിച്ച് ന്യസിച്ചിരിക്കുന്നു. വിന്യസിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ആ ബിംബവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ബിംബത്തിന്റെ സ്ഥൂലദേഹവും എന്റെ സ്ഥൂലദേഹവും, ബിംബത്തിന്റെ സൂക്ഷ്മ ശരീരവും എന്റെ സൂക്ഷ്മ ശരീരവും, ബിംബത്തിന്റെ കാരണശരീരവും എന്റെ കാരണശരീരവും തമ്മിലുള്ള ഐക്യത്തിനെയാണ് പൂജ എന്ന്. അപ്പൊ ഈ പൂജയിൽ ബാഹ്യ ശരീരവും ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഈ ക്ഷേത്രനടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൂജാരി ബിംബത്തിന്റെ പ്രതിബിംബം തന്നെയാണ് ആ പോകുന്നത്. അതുകൊണ്ടാണ് ആ ബിംബത്തിൽ ചെന്ന് നമ്മൾ തൊട്ടാൽ അവമാനിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ചൈതന്യം കളയുന്നില്ലെങ്കിൽ പൂജാരിയും തുടരുത്. അല്ലാതെ എല്ലാവരും ധിക്കാരികൾ അങ്ങനെ വ്യാഖ്യാനിക്കും. പണ്ടത്തെ അയത്തോച്ചാറിന്റെ ഭാഗമൊന്നുമല്ല, പൂജയുടെ സത്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ നമ്മൾ പരിപാലിക്കണം. ആ വൃത്തിയോടുകൂടി ശുദ്ധ പ്രക്രിയകൾ മുഴുവനും പാലിച്ചുകൊണ്ട് മാത്രമാണ് ക്ഷേത്രാദി. അത് എന്തിനാ നമ്മൾ അവിടെ ചെയ്യുന്നത്? പറഞ്ഞല്ലോ, നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് വെളുത്തിരിക്കുന്ന ഒരു ഓങ്കാരത്തിനെ, ഒരു ക്ഷേത്രത്തിന്റെ തിരി തെളിയുമ്പോൾ അവിടെ ഓങ്കാരം സ്പന്ദിക്കുന്നു. അവിടുത്തെ ആ ബിംബത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യാഗത്തിലെ അഗ്നിയെ കാണുന്നു. ആ കല്ലിനെ അല്ല അവിടെ കാണുന്നത്, കല്ലിലുള്ള സങ്കല്പത്തിനെയാണ് കാണുന്നത്. കാരണം വിശ്വം മുഴുവൻ ഒരു കല്ല് തന്നെയാണ്, പൊട്ടിത്തെറിച്ച് വലുതായതാണ്. അത് തന്ത്രത്തിൽ കാമകല എന്ന് പറയും. ശിലയിൽ ശിവനും കല്ലുമുണ്ട്, ജഡവും ചേതനവും ഒരിടത്ത് തന്നെയുണ്ട്. അതാണ് ശിവനെ ശിലയിൽ കാണുന്നത്. ശിവലിംഗത്തിനെ അല്ലെങ്കിൽ ശിലയിൽ ദേവനെ കാണുന്നത് എന്താണ്? ശിലയിൽ. അത് കൂടുതൽ ഗഹനമായ ശാസ്ത്രമാണ്, പിന്നെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. കാമകലാ ചക്രം എന്ന് പറയും. ശൂന്യ കാമകലയെ ആണ് ശിലകളെന്നും 64ാമത്തെ കാമകലയാണ് ശിവൻ എന്നും പറയും. തന്ത്രശാസ്ത്രമാണ്, അത് അധികം പ്രചാരമില്ല. അപ്പൊ ശിലയിൽ 64 പൂജ്യവും ഉണ്ട്. അപ്പൊ ഈ ശിലയിൽ ശിവനെ നമുക്ക് വന്ദിക്കാം, കാണാം. കാരണം സമ്പൂർണ്ണ ലോകവും ഒരു ശിലയാണ്. അതിൽ ആത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം പറഞ്ഞു ജഡത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി, അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഉണ്ടാവാം സാധ്യതയുണ്ട്. കാരണം ഈശ്വര ചൈതന്യം എവിടെയാണില്ല.
അപ്പൊ ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായ നമ്മുടെ ധർമ്മശാസ്ത്രത്തിന്റെ, ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിന്റെ ആഴങ്ങളിൽ വെറുതെ ഒന്ന് സ്പർശിച്ച പ്രഭാഷണമാണ്. കാരണം സന്ധ്യാനേരമാകുന്നു, ആ ഒരു കർമ്മത്തിലൂടെ വേണം. ആ ഇത്രയും കിട്ടിയതിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു എളിയ അറിവ് മാത്രമാണ്. പക്ഷേ ആ അറിവിലൂടെ നമ്മുടെ പൈതൃകത്തിലേക്ക് അഭിമാനപൂരിതത്വം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രഭാഷണം വിജയിച്ചു. നമ്മുടെ ആ സംബന്ധം ഈശ്വരീയമായ മന്ത്രത്തിന്റെ ചരടുകൊണ്ടാണെങ്കിൽ നമ്മുടെ അത് വിജയിച്ചു. ആ മന്ത്രത്തിനെ നമ്മൾ സംരക്ഷിക്കുക. ആ മന്ത്രത്തിന്റെ അഗ്നിയെ ആ അരണി കൊണ്ട് കടഞ്ഞ് നമ്മുടെ ചിത്തത്തിൽ മന്ത്രമാകുന്ന ജപം കൊണ്ടുള്ള കടകോല് കൊണ്ട് അരഞ്ഞ് നമ്മുടെ ചിത്തത്തിൽ നിന്നും ആ ചിതഗ്നി കൊണ്ട് സംഭൂതയായിരിക്കുന്ന ദേവീ ചൈതന്യ ശക്തിയാണിതല്ല. ഈശ്വരനിൽ നിന്നും പ്രകടമാകുന്നതാണ് ശക്തി. ഈശ്വരൻ നമ്മുടെ ആത്മാവും, ശക്തി നമ്മുടെ ബോധവും ബുദ്ധിയും അന്ധക്കരണങ്ങളും എല്ലാം ദേവിയാണെന്നാണ് തന്ത്രസങ്കല്പം. നമ്മുടെ വിദ്യ, ബ്രഹ്മവിദ്യ, കേൾവി, കാഴ്ച, സമസ്ത വിഷയങ്ങളും ദേവിയാണ്. അതാണ് ശക്തി ചൈതന്യമാണ്. നമ്മുടെ ഊർജം ദേവിയാണ്. മന്ത്രം ദേവീ സ്വരൂപമായിട്ട് കൂടുതൽ പരമേശ്വര സ്വരൂപത്തിനേക്കാളും തന്ത്രം ശക്തി രൂപമായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിൽ സഹസ്രനാമം, ഞാൻ കൂടുതൽ ദേവീ സഹസ്രനാമം, ലളിതാസഹസ്രനാമം ചൊല്ലാൻ എല്ലാവരെയും നിർബന്ധിക്കുക. കാരണം കൂടുതലും അമ്മ അച്ഛനേക്കാൾ കൂടുതൽ വഴങ്ങും, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കും. തന്നെ ലളിതാസഹസ്രനാമം ഗഹനമായ മനോഹരമായ സ്തോത്രമാണ്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥനയാണ്, മന്ത്രം എന്ന് പറഞ്ഞത് നമ്മൾ ഈശ്വരിലേക്കുള്ള വഴിയാത്രയാണ്, അല്ലാതെ നമ്മൾ നേരം കളയാൻ ഉപയോഗിക്കുന്ന ഒരു അധ്വാനമല്ല. അതുകൊണ്ട് സന്ധ്യാനാമം മുതലുള്ള നമ്മുടെ ആ കൊച്ചു കൊച്ചു ശ്ലോകങ്ങളിലൊക്കെ ഇനി തിരിച്ചു വരത്തില്ലായിരിക്കാം. പക്ഷെ അതിനു പകരം ക്ഷേത്രം എന്ന ഗുരുകുലത്തെ സ്വീകരിച്ചിട്ട് ആണും പെണ്ണും നിർലജ്ജാപൂർവ്വം നമ്മുടെ ഗുരുകുലത്തിൽ വന്ന് നോക്കൂ. എല്ലാ വിശേഷ അവസരങ്ങളും അവിടെ ഒത്തുകൂടുന്നവർ ജപിക്കുകയാണ്. 1.5 മണിക്കൂർ 2 മണിക്കൂർ. ഒരു 18-12 വർഷത്തെ യാഗത്തിലെ അവസാനത്തെ ഒരു കൊല്ലം വിശ്വമംഗള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കോടിയിലധികം ലളിതാശ്രാമങ്ങൾ അവിടെ അർച്ചിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 1008 വട്ടം ദേവി മഹാത്മ്യ ഹോമം നടത്തി. അതുപോലെ തന്നെ ലക്ഷോപലക്ഷം തവണ വിശ്വമംഗള പ്രാർത്ഥന സർവമംഗളമംഗലി എന്ന മന്ത്രം അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. മന്ത്രങ്ങളുടെ ആ അസ്തിത്വമാണ് എന്നെ ശരിക്കും എൻ്റെ സമ്പ്രദായത്തെ തിരഞ്ഞെടുക്കാനും അതിൻ്റെ വിജയം ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലോകത്തിലെ ഏത് കഷ്ടപ്പാടിലും ഒരു ആരുടെയും പെർമിഷൻ വേണ്ട. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഒരു മന്ത്രത്തിലൂടെ ഈശ്വരനോട് അഭ്യർത്ഥിക്കൂ. നിങ്ങൾക്ക് വലിയ കഷ്ടമുണ്ടാകുന്നുണ്ട്, ഹരേരാമ മന്ത്രം ഈ എൻ്റെ ഭഗവാനെ എനിക്ക് ഈ കഷ്ടത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു, ഗ്യാരണ്ടി 10-16 ദിവസം ഹരേരാമ മന്ത്രം എങ്കിലും ജപിച്ചു നോക്കിക്കോളൂ, നിങ്ങൾ ആ കഷ്ടത്തിൽ നിന്ന് മാറും. ഏത് മന്ത്രത്തിനും എല്ലാ ഫലവുമുണ്ട്. പിന്നെ ചിലതിന് ചില പ്രത്യേക ഫലമുണ്ട് ആയിരിക്കാം. പക്ഷേ നമ്മൾ ഈശ്വരനോട് സംസാരിക്കാനുള്ള ഭാഷ മന്ത്രമാണ്. നമ്മുടെ മലയാള ഭാഷയിൽ ചിന്തയെ അറിയുന്നില്ലെന്നല്ല. അപ്പോൾ നമ്മൾ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് വളരെ ഉച്ചാരണ വൈകല്യത്തോടും അറിവില്ലാതെ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ സംസ്കരിക്കപ്പെട്ട ചിന്തയാണ് മന്ത്രം. ഹേ ഈശ്വര, എനിക്കിത് തരൂ എന്നുള്ള അർത്ഥം അതിലുണ്ട്. ഗം ഓം നമ ശിവായ. എന്താ പറയുന്നത്? ഹേ ഓംകാര രൂപിയായിരിക്കുന്ന ഭഗവാനെ നമ എന്റെ അല്ല, എല്ലാം ശിവ വസ്തു, എല്ലാം ഹേ ശിവ അങ്ങയുടേതാണ് എന്ന് ഓം നമശിവായ നമ്മൾ ജപിച്ചുകൊണ്ട്, ഓം നമശിവായ ജപിക്കരുതെന്ന് പറയും. അങ്ങനെ ഒരുപാട് കണക്കും കയ്യും ഒക്കെ കയറിയിട്ടാണ് ഇതിന്റെ ആത്മീയ സുഖം ഒന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ പോയിട്ട് ഗുരുക്കന്മാരെ ജപിച്ച് ഓരോരുത്തരും സ്വതന്ത്രരാകുന്നു. കുറെ നിയമങ്ങൾ ഉണ്ടാക്കി യാഥാർത്ഥ്യം പോയി. രാമമന്ത്രം ജപിക്കുന്നതിന്, ഓം നമശിവായ ജപിക്കുന്നതിന്, അങ്ങനെ ഇത്രയും ഒരു സാർവജനികമായ 5-8 മന്ത്രങ്ങളുണ്ട്. അതുകൂടെ ഞാൻ പറയാം. അത് ആർക്കും ജപിക്കാം. അത് ഋഷീശ്വരന്മാർ അനുവാദം തന്നതാണ്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനം ഓം. നമുക്കെല്ലാവർക്കും കൂടെ ഒരു 3-4 തവണ ഒരു ഓംകാരത്തിനെ ഒന്ന് ജപിക്കാം. അതിന്റെ ശരിക്കും നിവർന്നിരുന്നുണ്ട് ഞാൻ പറയുന്ന രീതിയിൽ ദീർഘമായി ഇങ്ങനെ ഇതാണ് ഓംകാര സാധന. ഓം എന്ന് പറഞ്ഞാൽ മന്ത്ര ഉച്ചാരണം മാത്രമേ ഉള്ളൂ. ഓംകാരത്തിന് സാധന ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം, ഉള്ളിലേക്ക് ശ്വാസത്തിനെ അങ്ങ് സംഭരിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യൂ. ഒരു ചെറിയ അവതരണം മാത്രം. ഇങ്ങനെ നിങ്ങളുടെ മുറിയിലോ പൂജാമുറിയിലോ അമ്പലത്തിൽ നിന്ന് ആ ആഴത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ശ്വാസമൊക്കെ നമ്മുടെ പ്രാണനെയും കോശങ്ങളെയും 72 കോടി നാടിചരമ്പുകളെ എങ്ങനെയാണ് ആത്മീയവൽക്കരിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല.
റിസർച്ച് നടത്തി ചെയ്യേണ്ട കാര്യമില്ല. ഈ മന്ത്രധാരയാണ് ഈ ഒന്നുകിൽ ഏറ്റവും ഹ്രസ്വമായ, അല്ലെങ്കിൽ രാമശബ്ദം. രാമ രാമ എങ്ങനെയാ ജപിക്കേണ്ടതെന്ന് സംശയമുണ്ട്. രാമ 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 ഇങ്ങനെ ജപിക്കാം. രാമ 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 ഇതാണ് ഈ ഹനുമാന്റെ ചിത്രത്തിന് താഴെ രാമ എന്നെഴുതി. ഇതാണ് രാമമന്ത്രത്തിന്റെ ആ രാമ മകാരം മൂലാധാരവും സഹസ്രാരവുമാണ്. അപ്പൊ അതിനെ കൂട്ടിയെടുക്കുക. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് ഓം നമ ശിവായ, ഓം നമ ശിവായ. ആ നമഃ കഴിയ ഓം നമ ശിവായ, ഓം നമ ശിവായ, നമ ശിവായ അങ്ങനെ ഉച്ചരിക്കും. ഓം നമ ശിവായ. ആ ശീ എന്ന് ഉച്ചരിക്കുന്നത് നമ്മൾ പോലും അറിയരുതെന്നാണ്. അവിടെയാണ് അതിൻ്റെ ആ ഛന്ദസ്സും ആ മന്ത്രത്തിന്റെ മന്ത്രാത്മികതയും. ഓം നമ ശിവായ, ഓം നമ ശിവായ. നമഃ എന്ന് ഉച്ചരിക്കരുത്, വിസർഗം കൊടുക്കും. നമ അത് അനുസ്വാരമാണ്. ശിവായ. അതുപോലെ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഹരേ രാമ ഇങ്ങനെ ചൊല്ലാം. അപ്പോൾ അത് കീർത്തനമായി, സങ്കീർത്തനമായി. ഹരേ രാമ മുതലായ മന്ത്രങ്ങൾക്ക് സങ്കീർത്തന അനുവാദം കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ പേഴ്സണൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ജപിക്കുകയാണ്. ഇതിനെയാണ് ജപം എന്ന് പറയും. ഇപ്പൊ ചെയ്തതെന്താണ്? ജപം. ഇതാണ് നാമജപം. ഇതിനെയാണ് മന്ത്രജപം എന്നാണ്. നാമജപം വരുമ്പോഴേ അല്ലെങ്കിൽ നാമസങ്കീർത്തനം വരുമ്പോഴാണ് രാഗങ്ങൾ കലർത്തുന്നത്. അപ്പം മന്ത്രങ്ങൾ ശരിക്കും ജപിക്കുകയാണ്. സങ്കീർത്തനം ഇപ്പോൾ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരംകുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ വഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ഇതിൽ അല്പം നമ്മൾ ശ്രുതി കലർത്തി, അത് കലർത്താം. ഇതിന് കുറച്ചുകൂടെ രാഗസ്വരൂപത്തിൽ പാടാമോ? വിരോധമില്ല. കാരണം ഇവയ്ക്കൊക്കെയാണ് ആ ഒരു അനുവാദം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രവും നാമജപവും നാമസങ്കീർത്തനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് കിടക്കുകയാണ് നാമജപം അല്ലെങ്കിൽ മന്ത്രലോകം എന്ന് പറഞ്ഞ മഹാലോകം. ഇതിന്റെ ഏതാണ്ട് ഒരു ധാരണ മാത്രം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഈ ഏഴുകാല ഭഗവതി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ കൂടിയിരിക്കുന്ന ശ്രദ്ധിച്ചിരുന്ന ഇത്രയും പേർക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നും തരാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറയാൻ ഏറെയുണ്ട്. അത് സന്ദർഭത്തിന്റെ ഒക്കെ കൊണ്ട് ഇനി നമുക്കാവാം. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയാണ്, ശുദ്ധമായിട്ട് മന്ത്രോപാസന ചെയ്യാൻ താല്പര്യമുള്ളവർ ഗുരുകുലത്തിൽ വരാം, മന്ത്രശാസ്ത്രം അഭ്യസിക്കാം, തന്ത്രവിദ്യ അഭ്യസിക്കാം, ലളിതാശ്രാമത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. അങ്ങനെ ആ ഭാഗം മാത്രം ഞാൻ കൂടുതൽ ചെയ്തിരുന്നു. വേദാന്ത ഗീത ഭാഗവതാദികൾക്ക് എത്രയോ പേരുണ്ട്. അപ്പൊ ഈ ഭാഗം മാത്രം എന്നെ അമ്മ ഏൽപ്പിച്ചിരിക്കുന്നു, നീ അത് പ്രചരിപ്പിക്കൂ. ലളിതാശ്രാമം ഒത്തിരി പേർക്ക് സാധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ CD ഇറക്കിയിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിത്യം വീടുകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദം ലളിതാശ്രാമം ജപിക്കൂ. എല്ലാ സഹസ്രാമങ്ങളും ജപിക്കാം. പക്ഷേ ലളിതാശ്രാമം കുറച്ചുകൂടി ശക്തി കൂടിയതും താന്ത്രിക നിർഭരമായതുകൊണ്ട് അതിലും നമ്മുടെ ഭൗതികമായ ആർത്ഥാനകളും കൂടുതൽ സാധ്യമാകും, കൂടുതൽ ജ്ഞാനശക്തി ഉണ്ടാവും. അങ്ങനെ ആ ലളിതാദേവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് കൂടുതൽ അറിയാൻ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കാം. മിനിമം ഏറ്റവും കുറവ് നിങ്ങൾ ഈ കേന്ദ്രമാക്കി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പൗർണമി ഇത്യാദികളിലോ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെ നീണ്ടിരിക്കുന്ന ഒരു ജപസഭ രൂപീകരിച്ച് മറ്റൊന്നും ചിന്തിക്കേണ്ട, അതിന്റെ ഫലവോ അല്ലെങ്കിൽ വിഫലത്തോ അല്ല, നിങ്ങൾ കൂട്ടിയിണക്കി മന്ത്രങ്ങളെ അതിന് വേണമെങ്കിൽ ഒരു ചിട്ടപ്പെടുത്തുന്ന രീതി വേണമെങ്കിൽ ഞാൻ പിന്നീട് ആരെങ്കിലും വന്നാൽ പറഞ്ഞുതരാം. ഈ ക്രമത്തിൽ ജപിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധി ഇതും ജപിക്കാവുന്നതാണ്. അതിനകത്ത് ഗായത്രിയിലെ തത് സവിതുർ ഭൂർഭുവസ്വ എന്ന ബീജം അത് വ്യാഹൃതി ചേർക്കരുതെന്നും അത് ഗുരുമുഖത്തു നിന്ന് ലഭിക്കേണ്ടത്. ബാക്കി ഭാഗം സാർവജനികം. ഇങ്ങനെ സാർവജനിക മന്ത്രങ്ങളിൽ നിന്ന് ഈ ഗുരുക്കന്മാർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഒഴിവാക്കിയിട്ട് നിങ്ങൾ മന്ത്രത്തിനെ മാനവം പോലെ കോർത്തിണക്കി ഇപ്പൊ പറഞ്ഞ ഓംകാരം വന്നിരുന്നിട്ട് ആദ്യം ഒരു 27 വട്ടം ഓംകാരം ഇതുപോലെ എടുത്തു നോക്കിയോളൂ. ഓരോ മാത്രയും ദീർഘിക്കണം. അപ്പോഴത്തെ നിങ്ങളുടെ ശ്വാസകോശങ്ങളിലേക്ക് പുതിയ വായു കയറിയിട്ട് ഓക്സിജൻ കണ്ടന്റ് കൂടുതലായിട്ട് നിങ്ങളുടെ ഇത്രയും 3 തവണ ജപിച്ചപ്പോൾ തന്നെ തലച്ചോറിൽ വരുന്ന ഒരു കമ്പനം ഉണ്ടായി. അങ്ങനെയാണ്, അതൊരു സുഖമാണ്. അത് കഴിഞ്ഞ് സോഹം എന്ന മന്ത്രമുണ്ട്. ഗുരുകുലത്തിൽ വേറെ ചിട്ടേ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓങ്കാരം നിങ്ങളെല്ലാവരും ചെയ്യുക, ബാക്കി മന്ത്രങ്ങളുടെ വേണ്ട. പിന്നെ തത്സവിദൂർ പറയണ ഗായത്രി, ത്രയംബക ജാമഹ എന്ന മൃത്യുഞ്ജയ, ഇതൊന്നും ആർക്കും മറ്റൊരാളുടെ അവകാശം പതിച്ചു കൊടുത്തിട്ടുള്ളതല്ല. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ നമുക്കായി തന്നവയാണ്. അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപ്പൊ അതിനകത്ത് ആ സ്വരങ്ങൾക്ക് ഇത് കൊടുക്കണം, വ്യക്തത കൊടുക്കണം. അങ്ങനെയാണ് മന്ത്രജപം. അങ്ങനെ ഈ മന്ത്ര സാധന ചെയ്യേണ്ടവരോ ദീക്ഷ വാങ്ങിക്കണം. ദീക്ഷ വാങ്ങിച്ച് ഞാൻ നവാക്ഷര മന്ത്രമൊക്കെ ദീക്ഷ കൊടുത്ത് അപ്പോൾ അതിപ്പോൾ മാലയുടെ നിയമം വരും, മാല ശുദ്ധീകരണം, മന്ത്രശോധനം. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ മന്ത്രസാധകരായി കൂടി തീരൂ. അല്ലെന്നുണ്ടെങ്കിൽ നാമജപം നടത്തൂ. രണ്ടിലേതെങ്കിലും ഒന്നിലേക്ക് വന്ന് നമ്മുടെ ഗുരുപരമ്പരയിലേക്ക് ചേരൂ. അങ്ങനെ ഒരു സന്ദേശത്തിന് നിങ്ങൾ തയ്യാറായി എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ കൃപാപ്രാപ്തി ഈ മന്ത്രസാധനയ്ക്ക് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ദേവി തരട്ടെ. മന്ത്രശാസ്ത്രത്തിന്റെ ഏതാണ്ടൊരു പ്രക്ഷേപണം നടത്താൻ എന്നെ അനുവദിച്ചതിൽ, എന്നെ കേട്ടതിൽ പൂർണ്ണമായ സന്തോഷവും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഈ ദേവതാമൂർത്തികളുടെ ചരണങ്ങളിലും നിങ്ങളുടെ കർണങ്ങളിലും എൻ്റെ ഗുരുപരമ്പരകളുടെ പാദങ്ങളിലുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാപത്മവനാന്തസ്തേ കാരണാനന്ദവിഗ്രഹേ സർവഭൂതഹിതേ മാതാ പരമേശ്വരി.